ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ വീടിൻ്റെ പാലുകാച്ച അടുത്ത് വരുവാണല്ലോ. അപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് കുറേ ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ഐറ്റംസ് മാത്രമേ എത്തിയിട്ടുള്ളൂ, ഇനി ബാക്കി വരാനുണ്ട്. എന്നാലും വന്ന ഐറ്റംസ് എല്ലാം കൂടെ ഒന്ന് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഞാൻ ആദ്യം വാങ്ങിച്ചത് നമ്മുടെ ഹാൻഡ് വാഷ് ലിക്വിഡൊക്കെ ഒഴിച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബോട്ടിലാണ്. അപ്പോൾ ഞാൻ 2 എണ്ണം വാങ്ങിച്ചു. അപ്പോൾ ഞാൻ ഓർത്തു ഒരെണ്ണം വാഷ് ബേസിൻ്റെ സൈഡിലും വെക്കാം, പിന്നെ ഒരെണ്ണം കിച്ചണിൻ്റെ സൈഡിലും വെക്കാം എന്ന് ഓർത്തു. അപ്പോൾ അങ്ങനെ 2 എണ്ണമാണ് വാങ്ങിച്ചത്. നല്ല രസമുണ്ടായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ഇപ്പോൾ വീട് വയ്ക്കുന്നതുകൊണ്ട് ഞാൻ കൂടുതലും ഹോം ടൂർ അല്ലെങ്കിൽ ഹോം റിലേറ്റഡ് വീഡിയോസാണ് കാണുന്നത്. പിന്നെ നമുക്കറിയാമല്ലോ, ഒന്ന് നോക്കി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇൻസ്റ്റയിലും ഏതിൽ കയറി കഴിഞ്ഞാലും ഇതിൻ്റെ പരസ്യമായിരിക്കും. അപ്പോൾ ഇൻസ്റ്റയിലും ഇതുപോലെ ഹോം പ്രോഡക്റ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരും. അപ്പോൾ നല്ലതൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് വാങ്ങിക്കും. അതുപോലെ ഓരോ ഇൻറ്റീരിയർ പേജിലും അങ്ങനെയൊക്കെ ഓരോ വീടിൻ്റെ ഹോം ടൂറൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് ഞാനിങ്ങനെ കാർട്ടിലിട്ട് വെക്കും. പിന്നെ അതിനനുസരിച്ച് നോക്കിയിട്ട് സെർച്ച് ചെയ്ത് റിവ്യൂ ഒക്കെ നോക്കിയിട്ട് വാങ്ങിക്കുവാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ രണ്ടാമത് വാങ്ങിച്ചതാണ് ഈ ഒരു ഐറ്റം. ഇത് നമുക്ക് ഈ ഹാൻഡ് വാഷും അതുപോലെ സോപ്പ്, അങ്ങനെ വിം ലിക്വിഡ് അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രേ ആണ് കേട്ടോ. ശരിക്കും ഞാൻ ഇതായിരുന്നില്ല ഉദ്ദേശിച്ചത്. ഞാൻ ഒരു വീഡിയോയിൽ കുറച്ചുകൂടെ വലുതായിട്ടുള്ളൊരു ബോക്സ് പോലത്തെ ഒരെണ്ണമായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അത് ഞാൻ സെർച്ച് ചെയ്തിട്ട് കാണാഞ്ഞുകൊണ്ട് പിന്നെ ഇത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അടുത്ത് ഞാൻ വാങ്ങിച്ചത് ഒരു വെജിറ്റബിൾ കട്ടിങ് ചോപ്പറാണ്. ഇത് എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഈ ബ്രാൻഡിൻ്റെ തന്നെയാണോ എന്ന് അറിയത്തില്ല. പക്ഷേ ഇതുപോലെ ഒരു ഐറ്റം എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ കുറേ നാൾ ഉപയോഗിച്ച് പിന്നെ അത് നശിച്ചു പോയി. അതുകൊണ്ട് പിന്നെ ഞാൻ ഒരെണ്ണവും കൂടെ വാങ്ങിക്കാമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ സാധനങ്ങൾ വാങ്ങിക്കുന്നതിൻ്റെ കൂടെ ഇത് കണ്ടപ്പോൾ അത് വാങ്ങിച്ചു. ഇനിയിപ്പോൾ അടുത്തത് ഒരു 8 പീസിൻ്റെ കണ്ടെയ്നറാണ്. ഇതിൻ്റെ ബോക്സ് ഞാൻ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലാണ് ഞാനിപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, അവക ഐറ്റംസ് എല്ലാം ഇട്ട് വെക്കുന്നത്. ശരിക്കും ഞാൻ ഈ ഹോം ടൂറൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഗ്ലാസിൻ്റെ കണ്ടെയ്നർ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ എനിക്ക് അത്രയും ഞാനങ്ങനെ യൂസ്ഡ് അല്ല. ഇത് എൻ്റെ കയ്യിൽ നിന്ന് എപ്പോഴും ഗ്ലാസ് ആണെങ്കിലും എപ്പോഴും താഴെ വീണ് പൊട്ടും. അപ്പോൾ അതിനകത്തൊക്കെ ഈ മുളക് പൊടിയും എപ്പോഴും എടുക്കുന്ന ഐറ്റംസ് വെച്ച് കഴിഞ്ഞാൽ അത് അത്രയും സേഫ് അല്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഇത് തന്നെ മതിയെന്ന് ഓർത്തു അങ്ങനെ വാങ്ങിച്ചതാട്ടോ. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നതും ഒരു ബ്ലാക്ക് അടപ്പ് വരുന്നതാണ്. അതുകൊണ്ട് ഞാൻ അതേ സെയിം കളറിൻ്റെ തന്നെ കണ്ടെയ്നേഴ്സ് വാങ്ങിച്ചു. ഇതിനകത്തൊരു 8 എണ്ണമാണ് വരുന്നത്. ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി ഫുഡ് ഐറ്റംസൊക്കെ ഇട്ട് വെക്കുമ്പോൾ ഞാൻ നല്ല വൃത്തിയായിട്ട് ഒരു വീഡിയോയും കൂടി ഇടാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അടുത്തത് വാങ്ങിച്ചത്, ഞാൻ ഈ കുറേ ഹോം ടൂറിൽ കുറേ ഇങ്ങനെ ചെടികളൊക്കെ വെച്ചേക്കുന്ന കണ്ടു. അപ്പം കുറച്ച് ഗ്രീനറി ആയിട്ട് ഇരിക്കുന്ന കണ്ടപ്പം എനിക്ക് ഇപ്പോഴാണ് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പണ്ട് ഞാൻ അങ്ങനെ ചെടിയോട് അത്രയും ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം ഞാനിങ്ങനെ കുറേ ഹോം ടൂറൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് എനിക്കിപ്പോൾ ചെടിയോടൊരു ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ ഞാനിപ്പം നമ്മളിപ്പം എപ്പോഴും വർക്ക് ചെയ്യുന്നതുകൊണ്ടും അത്രയും മെയിൻറ്റെയിൻ ചെയ്യാൻ അത്ര താല്പര്യം ഇല്ലാഞ്ഞതുകൊണ്ട് ഞാനിങ്ങനെ എപ്പോഴും ഭയങ്കര മെയിൻ്റനൻസ് വേണ്ടുന്ന ചെടികൾ വാങ്ങിക്കേണ്ടെന്ന് ഓർത്തു. ഇതുപോലത്തുള്ളൊരു ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആകുമ്പോൾ നമുക്ക് വെള്ളമൊന്നും ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ, നശിച്ചും പോകത്തില്ല. നമ്മൾ പൈസയും കൊടുത്ത് വാങ്ങിച്ചിട്ട് നശിച്ചു പോകത്തില്ലല്ലോ എന്നൊരിത് വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ കുറച്ച് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ പാർട്ടീഷൻ വാളിൻ്റെ ഷോക്കേസിലും പിന്നെ നമ്മുടെ സിസ്റ്റം ലാപ്ടോപ്പിൻ്റെ അടുത്തും ഒക്കെ കുറച്ച് എണ്ണം വെക്കാമെന്ന് വിചാരിച്ചു. ഇതൊരു 8 എണ്ണം വരുന്നൊരു ബോക്സായിരുന്നു. ഇതിൻ്റെ ഒരു 2-3 എണ്ണം ഞാൻ പണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഇത് വാങ്ങിച്ചത്. എനിക്കത് അത്ര കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എന്നാലും ഇനിയിപ്പോൾ റിട്ടേൺ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു. മീഷോയിൽ ഇതിന് കുറച്ചുകൂടെ റേറ്റ് കുറവായിട്ടുള്ളത് ഞാൻ കണ്ടു കേട്ടോ. പക്ഷേ ഞാനിത് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് കണ്ടത്. പിന്നെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഇതിനേക്കാളും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ കണ്ട് 8 എണ്ണം വാങ്ങിച്ചു. പിന്നെ ഞാൻ വാങ്ങിയത് ഷർട്ടൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടൊരു ബോക്സാണ് കേട്ടോ. അപ്പം ഞാൻ നേരത്തെയും ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ഞാനൊരു ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ അലമാരിയിൽ എപ്പം ഡ്രസ്സ് വെച്ച് കഴിഞ്ഞാലും അതിങ്ങനെ വീണ് പൊക്കോണ്ടിരിക്കും. അതുകൊണ്ട് ഞാനൊരു ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഒരു ക്ലോത്തിൻ്റെ ഒരു ബോക്സ് പോലെ, അതപ്പോൾ അങ്ങനെ ഒരു ഇരിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഓർത്തു കുറച്ച് ഇതുപോലെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന ഒരു ബോക്സ് വാങ്ങിക്കാമെന്ന്. അങ്ങനെ ഞാൻ വാങ്ങിച്ചതാട്ടോ ഇത്. പക്ഷേ ഞാനിത് വാങ്ങിച്ചപ്പോൾ ഞാൻ ഓർത്തു ഇത് റിട്ടേൺ ചെയ്യേണ്ടി വരുമെന്ന്. കാരണം ഞങ്ങളിപ്പോൾ റെൻറ്റിന് താമസിക്കുന്ന വീട്ടിൽ ഇത് ആ ഒരു വാർഡ്രോബിൽ ഇത് പാകമായിരുന്നില്ല. പക്ഷേ ഞാനിത് കൊണ്ടുവന്ന് നമ്മുടെ പുതിയ വീട്ടിൽ നോക്കിയപ്പോൾ അത് കറക്റ്റ് പാകമായിരുന്നു. അപ്പോൾ ഇതിനിയും വാർഡ്രോബിൽ വെച്ച് കഴിയുമ്പോൾ ഞാൻ ഒരു വീഡിയോയും കൂടി ഇടാം കേട്ടോ. പിന്നെ ഞാൻ അടുത്ത് വാങ്ങിച്ചത് ഒരു സ്റ്റിക്കറാണ്. ആ സ്റ്റിക്കർ ഞാൻ ഒട്ടിക്കുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ വീഡിയോ ഇടാം. അപ്പോൾ നമുക്ക് ഇത്ര ഐറ്റംസാണ് ഇപ്പം കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പം ബാക്കി വരുന്ന ഐറ്റംസിൻ്റെ വീഡിയോസ് ഞാൻ ഒരുമിച്ച് അടുത്ത പ്രാവശ്യം ഇടാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.